My dear students, the topic that we are going to be discussed here today is the quality of service. So, which is comes under our module two, and this is the last part of module two. What do you mean by quality of service? Actually, this is some techniques and mechanisms so which we can provide the predictable network performance. So, by using this techniques, that is using this quality of service techniques, even you can provide what is the predictable network performance to programs or any applications that you going to be transfer from the source to the destination. So that is one important point. That is one of the definitions that we used in the quality of service parameters. So some techniques and mechanisms, and definitely this is very important for real-time multimedia traffic. Suppose if you are using real-time voice over internet protocol, or suppose if you are viewing a video file, video, or or hearing an audio. So this is particularly very important for such type of applications, that is basically some multimedia applications. And as you know, this type of as in this case, this traffic is highly sensitive to delay. So when we are not expecting any delay in this type of real-time multimedia traffic, and we need a predictable performance. നമുക്കൊരു പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു പെർഫോമൻസും അവിടെ ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ ക്വാളിറ്റി ഓഫ് സർവീസ് എന്ന് പറയുന്നത് ജസ്റ്റ് സെറ്റ് ഓഫ് ടെക്നിക്സ് ആണ് ദാറ്റ് ഈസ് യൂസ് ടു മെഷർ ദ പ്രഡിക്റ്റബിൾ നെറ്റ്വർക്ക് പെർഫോമൻസ്. ഓക്കെ, സോ ദാറ്റ് ഈസ് യൂസ് ടു പ്രൊവൈഡ് ദ പ്രഡിക്റ്റബിൾ നെറ്റ്വർക്ക് പെർഫോമൻസ്. ഓക്കെ, സോ ദീസ് ആർ സം അപ്ലിക്കേഷൻസ് റിക്വയറിംഗ് ദ ക്വാളിറ്റി ഓഫ് സർവീസ് പാരാമീറ്റേഴ്സ്. മെയിൻലി വോയിസ് ഓവർ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ, വീഡിയോ കോൺഫറൻസിങ്, ലൈവ് വീഡിയോസിന് ഉണ്ടാവണം, ഓഡിയോ സ്ട്രീമിങ്ങിന് വേണം, അതുപോലെ തന്നെ ഇഫ് യു ആർ യൂസിങ് ഇൻട്രാക്റ്റീവ് മൾട്ടിമീഡിയ ആൻഡ് റിമോട്ട് ലോഗിൻ applications. And suppose for in what cases we are expecting, or we need to provide such mechanisms, quality of service mechanisms provided in the apply. Suppose if the packet is experiencing some excessive delay, ഭയങ്കര ഡിലേ വരിക, കൺവേഴ്സേഷൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആവുക, നമ്മൾ ഫോൺ കോൾ വിളിക്കുമ്പോൾ ഭയങ്കര ഡിലേ വരിക. അതുപോലെ സപ്പോസ് വേരിയബിൾ ഡിലേ, ഒരു കോൺസ്റ്റൻറ്റ് ഡിലേ അല്ല, വേരിയബിൾ ആയിട്ടുള്ള ഡിലേ, കുറച്ച് നേരം കഴിഞ്ഞ് ഓരോന്നും പല ഡിഫറൻസ്ഡ് ആയിട്ടുള്ള ഡിലേ വരിക. ജിറ്റർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവും, അതെന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ പാക്കറ്റ് ലോസ് ആവുക, ഓഡിയോ വീഡിയോ ക്വാളിറ്റി ഡിറ്റോറേറ്റ് ചെയ്യും. പാക്കറ്റ് ലോസ് ആകുമ്പോൾ നമുക്കറിയാം പിക്സൽ റേഷ്യോ കുറയും, നോർമലി ക്വാളിറ്റി ഡിറ്റോറേറ്റ് ചെയ്യും. അതുപോലെ സപ്പോസ് ഇൻസഫിഷ്യൻറ്റ് ബാൻഡ് വിഡ്ത്ത് ഉണ്ടാവുക, നമുക്ക് ബാൻഡ് വിഡ്ത്ത് ഇൻസഫിഷ്യൻ്റ് ആണെങ്കിൽ നോർമലി യു നോ ദാറ്റ് വീഡിയോ ക്വാളിറ്റി വിൽ ബി ഡിക്രീസസ്. ആൻഡ് ദെർഫോർ ദ നെറ്റ്വർക്ക് ഷുഡ് പ്രൊവൈഡ് സച്ച് സ്യൂട്ടബിൾ സർവീസസ് അക്കോർഡിംഗ് ടു ദിസ് അപ്ലിക്കേഷൻ റിക്വയർമെൻറ്റ്സ്. നമ്മുടെ അപ്ലിക്കേഷൻ എന്താണോ അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ നെറ്റ്വർക്ക് പ്രൊവൈഡ് ചെയ്യണം ഏറ്റവും നല്ല സർവീസ്. അതുപോലെ വൈ ക്വാളിറ്റി ഓഫ് സർവീസ് റിക്വയർഡ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ട്രഡീഷണൽ ഇൻ്റർനെറ്റ് സർവീസ് എന്ന് പറയുന്നത് ഓക്കെ ജനറലി ബെസ്റ്റ് എഫേർട്ടാണ്, ബെസ്റ്റ് എഫേർട്ട് ഡെലിവറിയാണ് ദേ ആർ എക്സ്പെക്റ്റിംഗ്. ഓക്കെ, മാക്സിമം അവർ ഡെലിവറി പാക്കറ്റിന് ഒരു എററും ഇല്ലാതെ, ഒരു പ്രോബ്ലം ഇല്ലാതെ ഡെലിവറി ചെയ്യാൻ ശ്രമിക്കും നമ്മുടെ നെറ്റ്വർക്ക്. ആൻഡ് ഇറ്റ് വുഡ് പ്രൊവൈഡ് പ്രോമിസ് എ പെർട്ടിക്കുലർ ഡിലേ പറയും. അതുപോലെ തന്നെ ഇത്രയും ബാൻഡ് വിഡ്ത്ത് വേണം, നമ്മളോട് പറയുന്നുണ്ടാവും ഇത്രയും ബാൻഡ് വിഡ്ത്ത് ഉണ്ടെങ്കിലേ നമുക്കൊരു വീഡിയോ കാണാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇത്രയും ജിറ്റർ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവണം, അല്ലെങ്കിൽ റിലയബിലിറ്റി ഉണ്ടാവണം എന്നുള്ളൊരു കാര്യം കൂടി നമ്മളിവിടെ ക്വാളിറ്റി ഓഫ് സർവീസിൽ, എന്തുകൊണ്ടാണ് ക്വാളിറ്റി ഓഫ് സർവീസ് ആവശ്യമുള്ള സംഗതി. ഓക്കെ, സോ നമുക്കറിയാം ഡിഫറെൻറ്റ് അപ്ലിക്കേഷൻസ് ഹാവ് ഡിഫറെൻറ്റ് റിക്വയർമെൻറ്റ്സ് ആണ്. ഫോർ എക്സാമ്പിൾ ഇമെയിൽ ആണെങ്കിൽ നമുക്ക് കുറച്ച് വൈകിയാലും നമുക്കൊരു സീരിയസ് പ്രോബ്ലം ഇല്ല. വീഡിയോ കോൺഫറൻസിങ് ആണെങ്കിൽ ഇഫ് പാക്കറ്റ്സ് അറൈവ്സ് ടു ലേറ്റ് ഓർ വിത്ത് ഹൈ വേരിയബിൾ ഡിലേസ്, കമ്മ്യൂണിക്കേഷൻ ബിക്കംസ് ഡിഫിക്കൽട്ട് അല്ലേ. നമ്മളിപ്പോൾ ഒരു ഗൂഗിൾ മീറ്റ് നടക്കുന്ന സമയത്ത് നമുക്കറിയാം ചില സമയത്ത് നമ്മുടെ കണക്ഷൻ, ഇപ്പോൾ ഒരു കണക്ഷൻ വളരെ മോശമാവുന്ന സമയത്ത് നമുക്ക് വീഡിയോ ഓഡിയോ ക്ലിയർ ആവില്ല, അല്ലെങ്കിൽ വീഡിയോസ് അവർ പ്രൊവൈഡ് ചെയ്യുന്ന പ്രസൻറ്റേഷൻസ് ക്ലിയർ ആയിട്ട് കാണില്ല. അപ്പോൾ ഓരോ സർവീസിനും നമുക്കറിയണ കാര്യമാണ് ദർ ആർ ഡിഫറെൻറ്റ് റിക്വയർഡ് ലെവൽസ് ഓഫ് ഡിഫറെൻറ്റ് നെറ്റ്വർക്ക് സർവീസസ്. സോ ബേസിക്കലി ദർ ആർ 4 ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഡേറ്റ ഫ്ലോ. ഒരു ഡേറ്റ ഫ്ലോ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട 4 ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. വൺ ഈസ് ദ റിലയബിലിറ്റി of that particular data flow, what is the delay of the data flow, and what do you mean by jitter, and what is bandwidth. Okay, so we will explain all these 4 terms in the coming slides. So first thing is the reliability. That is one of the important data flow characteristics. So reliability refers to the requirement that packets reach the destination correctly. That already I have mentioned several times in my classes. So that is reliable, how this packets are reaching the destination in a proper format. Okay, if a packet or acknowledgement is lost, suppose if there is any lost during the transmission,
definitely we are expecting a retransmission that is very highly necessary. And some applications, as you already mentioned, in some applications different sensitive, they are very sensitive to reliability. Okay, so we require more reliability in some applications. That means some applications means some most required applications, that is reliable is some applications need more reliable. Okay, in the case of high reliability, okay, email, so definitely it would reach the destination. File transfer, definitely we are not expecting any packet loss, and we need to access the internet, that is third, internet access. ലോവർ റിലയബിലിറ്റി റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് ഇൻ കേസ് ഓഫ് ടെലിഫോണി, അതുപോലെ തന്നെ ഓഡിയോ കോൺഫറൻസിങ്, നമുക്ക് അത്ര പ്രോബ്ലം ഇല്ല. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു പാക്കറ്റ് മിസ്സിംഗ് ആണെങ്കിൽ നമ്മൾ അറിയാൻ പോകുന്നില്ല, പക്ഷേ അത് റീട്രാൻസ്മിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഫോർ എ വോയിസ് കോൾ ആണെങ്കിൽ ചിലപ്പോൾ ഒരു സ്മോൾ പോർഷൻ ഓഫ് ഓഡിയോ മേ ബി ചിലപ്പോൾ വെയിറ്റിംഗ് ചെയ്യാം റീട്രാൻസ്മിഷന് വേണ്ടിയിട്ട് ചില കേസസിൽ, പക്ഷേ മിക്കവാറും അത് ഉണ്ടാവാറില്ല. ചില കേസസിൽ മാത്രമേ അത് ഉണ്ടാവാറുള്ളൂ. ഓക്കെ, ഇപ്പോൾ സപ്പോസ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റിലയബിലിറ്റി, പാക്കറ്റ് 1 ഡെലിവേർഡ്, പാക്കറ്റ് 2 ഡെലിവേർഡ്, പാക്കറ്റ് 3 ലോസ്റ്റ്, ഓക്കെ, പാക്കറ്റ് 4 ഡെലിവേർഡ്. ഇപ്പോൾ സപ്പോസ് ഒരു ഫയൽ ട്രാൻസ്ഫർ ആണെങ്കിൽ ഇവിടെ നമുക്കറിയാം പാക്കറ്റ് 3 ലോസ്റ്റ് ആണ്. അപ്പോൾ പാക്കറ്റ് 4ഉം പാക്കറ്റ് 1ഉം പാക്കറ്റ് 2ഉം പാക്കറ്റ് 4ഉം ഡെലിവർ ആയിട്ടുണ്ട്. ഫയൽ ട്രാൻസ്ഫർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി വി ആർ എക്സ്പെക്ടിങ് എ റീട്രാൻസ്മിഷൻ ഫ്രം ദ സെൻറ്റർ പാർട്ട്, ദാറ്റ് ഈസ് പാക്കറ്റ് 3 മസ്റ്റ് ബി റീട്രാൻസ്മിറ്റഡ്. ഇൻ ദ കേസ് ഓഫ് റിയൽ ടൈം വോയിസ്, packet 3 may simply be discarded and definitely the playback continues. നമ്മളൊരു പാട്ട് കേൾക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ അറിയാറ് പോലും ഇല്ല, ചിലപ്പോൾ ഒരു ചെറിയൊരു പോർഷൻ മിസ്സായാലോ അല്ലെങ്കിൽ ചെറിയൊരു പോർഷൻ എന്തെങ്കിലും ഒരു ഡിലേ വന്നാൽ പോലും നമ്മൾ അറിയില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കേസസിലാണ് നമുക്ക് റിലയബിലിറ്റി ഫയൽ ട്രാൻസ്ഫറിൽ വളരെ ഹൈ ആണ്. ഇൻ ദ കേസ് ഓഫ് ഇമെയിൽ, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ FTP ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ, അതുപോലെ ആക്സസ്, ഇൻ്റർനെറ്റ് ആക്സസിനും നമുക്ക് ഇൻ്റർനെറ്റ് ആക്സസും റിലയബിൾ ആയിരിക്കണം. ഓക്കെ, അടുത്തൊരു പോയിന്റ് നമ്മൾ സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്, ഡേറ്റ ഫ്ലോയിൻ്റെ സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഡിലേ എന്ന് പറയുന്നത്. വാട്ട് ഈസ് എ ഡിലേ? ഡിലേ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടൈം ടേക്കൺ ഫ്രം ഫോർ എ പാക്കറ്റ് ടു ട്രാവൽ ഫ്രം ദ സോഴ്സ് ടു ദ ഡെസ്റ്റിനേഷൻ. ഒരു പാക്കറ്റിന് സോഴ്സിന് ഡെസ്റ്റിനേഷനിലേക്ക് ട്രാവൽ ചെയ്യാനുള്ള ടൈമാണ് ഡിലേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് അപ്ലിക്കേഷൻസ് നമുക്കറിയാം, ചില അപ്ലിക്കേഷൻസ് ക്യാൻ ടോളറേറ്റ് ഡിഫറെൻറ്റ് എമൗണ്ട്സ് ഓഫ് ഡിലേ. ചില അപ്ലിക്കേഷൻസ് ഡിലേ വന്നാലും പ്രോബ്ലം. ഇമെയിൽ നമുക്കൊരു പ്രോബ്ലം ഇല്ല അല്ലേ, കുറച്ച് ഡിലേ വന്നാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. ടെലിഫോണി, ഓഡിയോ കോൺഫറൻസിങ്, വീഡിയോ കോൺഫറൻസിങ് ആൻഡ് റിമോട്ട് ലോഗിൻ നീഡ് റിലേറ്റീവ്ലി ലോ ഡിലേ. അത്രയും വളരെ ലോ ഡിലേ ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. വേറസ് ഫയൽ ട്രാൻസ്ഫറിന് ഇമെയിൽ ആർ ലെസ് സെൻസിറ്റീവ് ടു ഡിലേ. അപ്പോൾ നമുക്ക് ഫയൽ ട്രാൻസ്ഫറും ഇമെയിലൊക്കെ കുറച്ച് പതുക്കെ ആണെങ്കിലും നമുക്ക് പ്രോബ്ലം ഇല്ല, ഫയൽ എക്സാക്റ്റ് ആയിട്ട് അവിടെ റീച്ച് ചെയ്താൽ മതി, ലോസ് ഉണ്ടാവാണ്ടിരുന്നാൽ മതി. മനസ്സിലായോ? പക്ഷേ ടെലിഫോണി, ഓഡിയോ കോൺഫറൻസിങ്, വീഡിയോ കോൺഫറൻസിങ്, റിമോട്ട് ലോഗിനൊക്കെ റിലേറ്റീവ്ലി ലോ ഡിലേ ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അധികം ഡിലേ പാടില്ല. അപ്പോൾ വളരെയധികം നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു സ്റ്റോപ്പ് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും അല്ലേ. നമ്മൾ സംസാരിച്ചിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് അയാൾ റിപ്ലൈ തരേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് പതുക്കെ സംസാരം അവസാനിപ്പിക്കും നമ്മൾ, കണക്ഷൻ ശരിയല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പക്ഷേ ഇമെയിലിലോ FTPക്കോ നമുക്ക് ഡിലേ ഉണ്ടെങ്കിലും പ്രോബ്ലം ഇല്ല. പക്ഷേ സംഭവം അവിടെ ഡെസ്റ്റിനേഷനിൽ എത്തിയാൽ മതി. ഓക്കെ, സപ്പോസ് ഒരു എക്സാമ്പിൾ ഇവർ പറയുന്നുണ്ട്, TS എന്ന് പറയുന്നത് സെൻഡിങ് ടൈം ആണ്. സപ്പോസ് TR ഇസ് ദ റിസീവിങ് ടൈം. ഡിലേ എന്ന് പറയുന്നത് TR - T8. ഓക്കെ, സോ TR - T8, TS ഇസ് ദ റിസീവിങ് ടൈം മൈനസ് സെൻഡിങ് ടൈം, ദാറ്റ് ഈസ് എ ടോട്ടൽ ഡിലേ. അങ്ങനെയാണ് നമ്മൾ ഡിലേ കണക്കാക്കുക. അപ്പോൾ ഡിലേ ഈസ് നത്തിങ് ബട്ട് ദ ടൈം ടേക്കൺ ഫോർ എ പാക്കറ്റ് ഫ്രം ദ സോഴ്സ് ടു ട്രാവൽ ഫ്രം ദ സോഴ്സ് ടു ദ ഡെസ്റ്റിനേഷൻ. ഓക്കെ, വൈ ഡിലേ ഈസ് ഇമ്പോർട്ടൻറ്റ്? എന്താണ് ഡിലേയുടെ ഇമ്പോർട്ടൻസ് ഇത്രയ്ക്ക് പറയാൻ കാരണം? സപ്പോസ് ഒരു വോയിസ് ഓവർ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളാണെന്ന് വിചാരിക്കാം. ഓക്കെ, സപ്പോസ് ഒരു വോയിസ് കോളാണെങ്കിൽ നിങ്ങളൊരു പേഴ്സൺ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഹലോ, ഒരു ലാർജ് ഡിലേ വന്നു, പേഴ്സൺ ബി ഹലോ അല്ലേ, ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് പേഴ്സൺ ബി നമ്മളോട് ഹലോ പറയുന്നത്. അപ്പോൾ ദാറ്റ് കൺവെർസേഷൻ ബിക്കംസ് അൺനാച്ചുറൽ അല്ലേ, നമുക്ക് ഭയങ്കര ഒരു അൺനാച്ചുറൽ ആയിട്ട് ഫീൽ ചെയ്ത് തുടങ്ങും അങ്ങനത്തെ കൺവെർസേഷൻസ്. നമുക്കൊരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഫോർ എ ഫയൽ ട്രാൻസ്ഫർ, ഓക്കെ, നോ പ്രോബ്ലം. സപ്പോസ് 10 MB ഫയൽ കുറേ അറൈവ്സ് ആഫ്റ്റർ എ വെരി ഫ്യൂ സെക്കൻഡ്സ് ആണെങ്കിലും, അല്ലെങ്കിൽ ഒരു ഇമെയിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഡിലേ ചെയ്താലും നമുക്ക് അത്ര പ്രോബ്ലം വരില്ല. ഓക്കെ, അറൈവ്സ് ആഫ്റ്റർ എ ഫ്യൂ സെക്കൻഡ്സ്. സോ ദാറ്റ് യൂസർ നോട്ട് നോട്ടീസ് ദ ഡിഫറൻസ്, നമ്മളത് അറിയ പോലില്ല. പക്ഷേ ഒരു വോയിസ് കോളിൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഒരു ലാർജർ ഡിലേ വന്നാൽ. പക്ഷേ ഫയൽ ട്രാൻസ്ഫറിലാണെങ്കിൽ നമ്മൾ ഡിലേ വന്നാൽ നമുക്ക് അത്ര നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നില്ല. ഓക്കെ, തേർഡ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡേറ്റ ഫ്ലോ, ദാറ്റ് ഈസ് ജിറ്റർ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചത് എന്തായിരുന്നു? റിലയബിലിറ്റി. സെക്കൻഡ് ഡേറ്റ ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് ഡിലേ, ആൻഡ് ദ തേർഡ് characteristic is the jitter. Jitter is nothing but the variation in delay between packets belonging to the same flow.
നമ്മൾ ഒരു കംപ്ലീറ്റ് ഫയലോ അല്ലെങ്കിൽ ഒരു വോയിസോ നമ്മൾ സെൻഡ് ചെയ്യുന്ന സമയത്ത് ആ വേരിയേഷൻസ് ഉണ്ടാവുക, വേരിയബിൾ ആവുക. ഒരു കോൺസ്റ്റൻറ്റ് ഡിലേ ആണെങ്കിൽ പ്രോബ്ലം ഇല്ല, പക്ഷേ വേരിയേഷൻ ഓഫ് ഡിലേ ബിറ്റ്വീൻ ദ പാക്കറ്റ്സ് ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടാവുന്നതാണ് ജിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സപ്പോസ് നമ്മളൊരു എക്സാമ്പിളിലൂടെ പറഞ്ഞിട്ടുണ്ട്. കൺസിഡർ 4 പാക്കറ്റ്സ്, ഒരു 4 പാക്കറ്റ്സ് എടുക്കുക. ഇപ്പോൾ 4 പാക്കറ്റ്സ് എടുക്കുമ്പോൾ കേസ് 1 നോ ജിറ്റർ ആണ് കേട്ടോ. എന്താണ് നോ ജിറ്റർ, എങ്ങനെയാണെന്ന് നോക്കാം. പാക്കറ്റ്സ് ലീവ് അറ്റ് 0, 1, 2, 3 ഈ ഒരു മെത്തേഡിലാണ് പാക്കറ്റ്സ് പോയത്. റിസീവറിൻ്റെ അവിടെ എത്തിയത് 20, 21, 22, 23. അപ്പോൾ നമുക്ക് ഇവിടെ അറിയാം ഒരു പാക്കറ്റ് റിസീവറിൻ്റെ അവിടെ എത്താൻ 20 യൂണിറ്റ്സ്. നമുക്കിപ്പോൾ 20 യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ 20 സെക്കൻഡ്സ് എന്ന് നിങ്ങൾ അസ്യൂം ചെയ്തോളൂ. ഓക്കെ, 20 സെക്കൻഡ്സോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം. സോ 0 എന്ന് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ആദ്യത്തെ പാക്കറ്റ് ഇവിടെ എത്തിയത് 20 യൂണിറ്റ്സ് കഴിഞ്ഞിട്ടാണ് റിസീവറിൻ്റെ അടുത്ത് എത്തിയത്. 1 എത്തിയത് 21 യൂണിറ്റ്സ് കഴിഞ്ഞിട്ട്, 2 എത്തിയത് 22 യൂണിറ്റ്സ് കഴിഞ്ഞിട്ട്, 3 പാക്കറ്റ് എത്തിയത് 23 യൂണിറ്റ്സ്. ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലായത് എന്താ വെച്ചാൽ എല്ലാ പാക്കറ്റും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് 20 യൂണിറ്റ്സ് ആണ് നമുക്കൊരു പാക്കറ്റ് സെൻറ്ററിൽ നിന്ന് എത്താനായിട്ടുള്ള ഡിലേ, പാക്കറ്റ് ടൈം, അതായത് സ്റ്റാർട്ടിങ് ഫ്രം ദ സോഴ്സ് ടു ദ റീച്ചിങ് ടു ദ ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഇവിടെ എന്താ ജിറ്റർ എന്ന് പറയുന്നത് വളരെ പെർഫെക്റ്റ് ആണ്. ജിറ്റർ ഈക്വൽ ടു 0, എല്ലാവർക്കും ഒരേപോലെയാണ്, ഒരു വേരിയേഷനും ഉണ്ടായിട്ടില്ല അല്ലേ. നമുക്ക് നോക്കാം, ഒരു വേരിയേഷനും നമുക്ക് പാക്കറ്റ്സ് തമ്മിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ജിറ്റർ 0 അല്ലേ. ഓക്കെ, ഡിലേ കറക്റ്റാണ്, 20 ആണ് എല്ലാത്തിനും വന്നിട്ടുള്ളത്. ഡിലേ എത്രയാണെങ്കിലും 20, 40 എത്രയായാലും, പക്ഷേ വളരെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. കേസ് 2 ജിറ്റർ വരുന്ന സമയം, ആദ്യത്തെ നമ്മൾ നോക്കിയത് നോ ജിറ്റർ. കേസ് 2 ഈസ് ജിറ്റർ ഉണ്ടാ എങ്ങനെയാണ്. പാക്കറ്റ്സ് ലീവ്സ് അറ്റ് നമ്മുടെ സെൻറ്റർ പാർട്ടാണ് 0, 1, 2, 3 ആൻഡ് അറൈവ്സ് അറ്റ് 21, 23, 24, 28. ഇവിടെ നമുക്ക് ഈ ഓർഡർ നിങ്ങൾ നോക്കിയാൽ അറിയാം. ആദ്യത്തെ 21 യൂണിറ്റാണ് ഡിലേ ടൈം എടുത്തത്. അതേപോലെ തന്നെ അടുത്തത് 22ആണ്. അടുത്തത് 22 തന്നെയാണ്. അടുത്തത് നോക്കൂ, ദ നെക്സ്റ്റ് വൺ ടുക്സ് 25 യൂണിറ്റ്സ് ഓഫ് ഡിലേ. ദിസ് ഈസ് ദ വേരിയേഷൻ ഓഫ് ഡിലേ. മനസ്സിലായില്ലേ? ദിസ് ഈസ് കോൾഡ് ദ വേരിയേഷൻ ഇൻ ഡിലേ. ഒരു കോമൺ ഡിലേ ടൈം അല്ല ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ഒരു വേരിയേഷൻ ഡിലേ അല്ല ഇവിടെ, എല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഭയങ്കര നമുക്കൊരു കൺവെർസേഷനോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ ദി ഡിലേസ് ആർ ഡിഫറെൻറ്റ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്താണ് ജിറ്റർ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡിലേ എന്താണെന്ന് മനസ്സിലായി, ജിറ്റർ എന്താണെന്ന് മനസ്സിലായി. ആ വേരിയേഷൻ ഇൻ ഡിലേ ബിറ്റ്വീൻ ദ പാക്കറ്റ്സ് ബിലോങ്ങിങ് ടു ദ സെയിം ഫ്ലോ, ഒരു ഫ്ലോയിൽ വരുന്ന ഇപ്പോൾ ഇത് എൻ്റെ യൂണിറ്റ് ഓഫ് പാക്കറ്റ്സ് ആയിരിക്കട്ടെ, ഇത് ഒറ്റ സിംഗിൾ ഫയലാണെന്നാണ് നിങ്ങൾ വിചാരിക്കേണ്ടത്. ദീസ് ആർ ദ പാക്കറ്റ് നമ്പേഴ്സ്. ഓക്കെ, ഇത് അറൈവ് ചെയ്ത സമയം, ഇത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത സമയം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒരൊറ്റ സെയിം ഫ്ലോയിലാണ് കേട്ടോ. ഒരു ഹോൾ ഒരാളെ സംസാരിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഡിലേ ആണ്. കുറേ ആൾക്കാരുടെ സംസാരത്തിൻ്റെ അല്ല, ഒറ്റ ആളായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് റിസീവറും സെൻറ്ററും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, കോളറും കോളിയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇവിടെ ജിറ്റർ ഉണ്ടെന്നാണ് കാണിക്കുന്നത്. വേരിയേഷൻ കണ്ടോ നിങ്ങൾ? ഓക്കെ, so why jitter is dangerous for audio and video? So what is the reason behind this? Suppose an audio stream contains A, B, C, D, E. ഇതാണ് നമ്മുടെ ഓഡിയോ സ്ട്രീം എന്ന് വിചാരിക്കുക. So packets should ideally arrive at approximately regular intervals if they arrive. Okay, ആദ്യത്തെ A 10 സെക്കൻഡ്സിന്, B 12 മില്ലി സെക്കൻഡ്സിന്, C പറയണു 40 മില്ലി സെക്കൻഡ്സ്, D 42 മില്ലി സെക്കൻഡ്സ് ആൻഡ് E ഈസ് 80 മില്ലി സെക്കൻഡ്സ്. ഓക്കെ, ഇവിടെ നമുക്ക് കാണാം ഒരു ഭയങ്കര ഡിലേ കാണുന്നത് അല്ലേ. 10 കഴിഞ്ഞാൽ 12 കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞിട്ടാണ് C എന്ന് പറയുന്ന ഒരു സംഭവത്തിന്. അത് കഴിഞ്ഞിട്ട് 2 മില്ലി സെക്കൻഡ് കഴിഞ്ഞപ്പോഴേക്കും D വന്നു. D വന്നിട്ട് ദെൻ 80ലാണ് അടുത്ത E എന്ന് പറയുന്ന ഒരു വോയിസ് മെസ്സേജ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ സോ റിസീവർ മേ എക്സ്പീരിയൻസ് ഗ്യാപ്സ്. ഫസ്റ്റ് വൺ, ഡിസ്റ്റോർഷൻ ഉണ്ടാവുക അല്ലേ. ഡിസ്റ്റോർഷൻ എന്ന് പറഞ്ഞാൽ വേരിയേഷനാണ്. ഇറഗുലർ പ്ലേ ബാക്ക്, വളരെ മോശമായിട്ടുള്ള കുറേ സംസാരിച്ചതിൻ്റെ ഇടയിൽ ഇങ്ങനെ കട്ടായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇറഗുലർ പ്ലേ ബാക്ക്. ദെയർഫോർ റിയൽ ടൈം ഓഡിയോ വീഡിയോ ആപ്ലിക്കേഷൻസ് ആർ ഹൈലി സെൻസിറ്റീവ് ടു ജിറ്റർ. സോ വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്, ദേ ആർ വെരി ഹൈലി സെൻസിറ്റീവ് ടു ജിറ്റർ. അപ്പോൾ വി ആർ എക്സ്പെക്ടിങ് നോ ജിറ്റർ ഇൻ ദ കേസ് ഓഫ് ഓഡിയോ വീഡിയോ ആപ്ലിക്കേഷൻസ്. ഒരു ജിറ്റർ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, the fourth characteristics of data flow, that is called the bandwidth. Okay, so the first one was reliability, the second one was the first reliability varno, adupole thane delay varno, third one was jitter, and the fourth one is the bandwidth. Okay, so bandwidth is nothing but refers to the amount of data that can be transmitted over network in a given period. എത്ര എമൗണ്ട് ഓഫ് ഡേറ്റ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും? ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ബാൻഡ് വിഡ്ത്ത് നിങ്ങൾ പറയാറുണ്ടല്ലേ, 30 Mbps, 60 Mbps, അല്ലെങ്കിൽ 100 Mbps, 120 Mbps എന്ന് നിങ്ങൾ സ്പീഡ് പറയണ പോലെ. ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ്. എമൗണ്ട് ഓഫ് ഡേറ്റ ഹൗ മച്ച് യു ക്യാൻ ട്രാൻസ്മിറ്റ് ഓവർ എ നെറ്റ്വർക്ക്.
എത്ര എമൗണ്ട് ഓഫ് ഡേറ്റ നിങ്ങൾക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് റിക്വയർ ഡിഫറെൻറ്റ് ബാൻഡ് വിഡ്ത്ത്. ആസ് യു നോ, നമുക്ക് ഇമെയിലൊക്കെ ആണെങ്കിൽ കുറച്ച് ബാൻഡ് വിഡ്ത്ത് മതി. ജസ്റ്റ് സ്പീഡ് നമുക്ക് കുറവാണെങ്കിൽ പോലും നമുക്കിവിടെ ഇമെയിൽ സെൻഡ് ആവും. FTP ആണെങ്കിൽ, ഫയൽ ട്രാൻസ്ഫർ ആണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വേണം. ഓഡിയോ ആണെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ വേണം. വീഡിയോ ദാറ്റ് ഈസ് ഹൈ. Okay, in the case of FTP is medium, audio is medium, email is very low, but in the case of video and video conferencing you need a high bandwidth. Okay, so because video conferencing may require millions of bits per second, whereas an email may contain much less data. Okay, അപ്പോൾ millions of bytes നമുക്ക് ആവശ്യമാണ്, bits per second ആവശ്യമാണ് ഒരു വീഡിയോ കോൺഫറൻസിങ്ങോ ഒരു വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ കാണുമ്പോൾ നമ്മുടെ ഡേറ്റ പെട്ടെന്ന് മൊബൈലിലൊക്കെ വീഡിയോ കാണുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഒരു ഡെയിലി ലിമിറ്റൊക്കെ 1.5 GB അല്ലെങ്കിൽ 1 GB ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് കുറയും. നമ്മളൊരു 2 hours വീഡിയോ കാണുമ്പോഴേക്കും നമുക്ക് ഒരുപാട് കുറയും. പക്ഷേ നിങ്ങളൊരു ഓഡിയോ കോളോ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫയൽ ട്രാൻസ്ഫർ ചെയ്താലും ആ സൈസിനനുസരിച്ചിട്ടുള്ള ഫയലിൻ്റെ സൈസിനനുസരിച്ചിട്ടുള്ള ആ ടോട്ടൽ ലിമിറ്റേ നമ്മളെ നിന്ന് കുറയുള്ളൂ. ഓക്കെ, സോ ദീസ് ആർ ദ മേജർ. ഞാനൊരു ടേബിൾ ഫോർമാറ്റിൽ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഡിലേ, റിലയബിലിറ്റി, ഡിലേ, ജിറ്റർ, ബാൻഡ്വിഡ്ത്ത്. ദീസ് ആർ ദ മേജർ 4 ക്വാളിറ്റി ഓഫ് സർവീസ് characteristics according to the data flow. According to the data flow, what we are expecting from the network. ഇതാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നിങ്ങളൊരു നെറ്റ്വർക്കിലാണെങ്കിൽ നിങ്ങൾക്ക് ഇതാണ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. റിലയബിലിറ്റി വേണം, ഡിലേ വേണം. ഡിലേ ഉണ്ടാവും, സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ ടൈം. പ്രത്യേകിച്ച് വോയിസ് ഓവർ IPയും വീഡിയോ കോൺഫറൻസിങ്ങും നമുക്ക് ഡിലേ ഏറ്റവും കുറയണം. അതുപോലെ തന്നെ ജിറ്റർ ഉണ്ടാവും പാടില്ല, വേരിയേഷൻ ഇൻ ജിറ്റർ പാക്കറ്റ് ഡിലേ. അതാണ് വേരിയേഷൻ പാക്കറ്റ് ഡിലേയിൽ ഉണ്ടാകുമ്പോൾ. ഓഡിയോ വീഡിയോ ആപ്ലിക്കേഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ഡേറ്റ ക്യാരിയിങ് കപ്പാസിറ്റി റിക്വയർമെൻ്റ് ആണ്. സോ ഇൻ ദ കേസ് ഓഫ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ വീഡിയോ ആൻഡ് മൾട്ടിമീഡിയ. So how we can what flow control which we use to improve the quality of service parameters or quality of service. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന അപ്പോൾ നെറ്റ്വർക്ക് ലെയറിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് റെസ്പോൺസിബിലിറ്റിയാണ് ക്വാളിറ്റി ഓഫ് സർവീസ് എന്ന് പറയുന്നത്. ഏതൊക്കെ മെക്കാനിസംസിലൂടെ നമുക്ക് ഈ ഫ്ലോവിനെ കൺട്രോൾ ചെയ്യാം. അപ്പോൾ ഫ്ലോവിനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്വാളിറ്റി ഓഫ് സർവീസ് ഇമ്പ്രൂവ് ചെയ്യാം, ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അല്ലേ. നമ്മുടെ ഫ്ലോവിനെ ഒരു റെഗുലാരിറ്റി കൊണ്ടുവന്നാൽ, നമുക്ക് ഫ്ലോ കൺട്രോൾ കൊണ്ടുവന്നാൽ ഒരു നമ്മളൊരു ഫാൻ്റെ റെഗുലേറ്റർ വെക്കണ പോലെ ആ ഫാൻ്റെ റെഗുലേഷൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് റെഗുലേറ്റ് ചെയ്യില്ല. അതേപോലെ എന്തെങ്കിലും ഒരു മെക്കാനിസം നിങ്ങളിവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഹൗ വി ക്യാൻ ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ഡേറ്റ ട്രാൻസ്മിഷൻ. ഡേറ്റ ട്രാൻസ്മിഷൻ്റെ ക്വാളിറ്റി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം. ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ റിലയബിലിറ്റി, ജിറ്റർ, ഡിലേ എല്ലാം ഇമ്പ്രൂവ്ഡ് ആവും. മനസ്സിലായില്ലേ? അതൊക്കെ കുറയ്ക്കണം, ജിറ്ററൊക്കെ കുറയ്ക്കണം, റിലയബിലിറ്റി കൂട്ടണം. മനസ്സിലായില്ലേ? മാക്സിമം ജിറ്റർ കുറയ്ക്കുക, ഡിലേ കുറയ്ക്കുക, അതുപോലെ ബാൻഡ് വിഡ്ത്ത് കൂട്ടുക, പക്ഷേ ഒരേ സമയം റിലയബിലിറ്റിയും കൂട്ടുക. ഓക്കെ, സോ ദീസ് ആർ ദ 4 മെക്കാനിസംസ്: ഷെഡ്യൂളിംഗ്, ട്രാഫിക് ഷേപ്പിംഗ്, resource reservation and admission control. These are the several mechanisms are used to improve the quality of service parameter. Okay, അപ്പോൾ ഞാൻ അതിൻ്റെ വളരെ കൺസോളിഡേറ്റ് ആയിട്ടുള്ള ഒരു ഫിഗർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ദീസ് ആർ ദ മേജർ ഫ്ലോ കൺട്രോൾ, 4 മെയിൻ ഫ്ലോ കൺട്രോൾ ടെക്നിക്സ്. നമുക്കിതിലേക്ക് തിരിച്ചു വരാം. നമ്മൾ ആദ്യം തന്നെ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. ഇവിടെ 4 ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഷെഡ്യൂളിങ്ങും, സോ വാട്ട് യു മീൻ ബൈ ട്രാഫിക് ഷെഡ്യൂൾ, ട്രാഫിക് ഷേപ്പിംഗ്, വാട്ട് ഈസ് റിസോഴ്സ് റിസർവേഷൻ ആൻഡ് വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് അഡ്മിഷൻ കൺട്രോൾ. ഓക്കെ, നമുക്ക് ആദ്യം ഈ പോയിന്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം, ഷെഡ്യൂളിംഗ് എന്നുള്ളൊരു കൺസെപ്റ്റ്. ഓക്കെ, ഷെഡ്യൂളിംഗ് ഈസ് നത്തിങ് ബട്ട് ഡിറ്റർമിൻസ് വിച്ച് പാക്കറ്റ് ഷുഡ് ബി ട്രാൻസ്മിറ്റഡ് നെക്സ്റ്റ് അല്ലേ. നമ്മളൊരു ഷെഡ്യൂൾ ചെയ്യാം, നമ്മളൊരു പ്രോഗ്രാം ഷെഡ്യൂളിൽ അങ്ങനെയല്ലേ അല്ലേ. സ്റ്റാർട്ടിങ് ഫ്രം പ്രയർ, വെൽക്കം അഡ്രസ്, പ്രസിഡൻഷ്യൽ അഡ്രസ്, ഇനാഗുറേഷൻ, ദെൻ ഫെലിസിറ്റേഷൻസ്, ദെൻ കംസ് വോട്ട് ഓഫ് താങ്ക്സ്, ദെൻ ഫൈനലി നാഷണൽ ആനന്തം. ഇതേപോലെ തന്നെയാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്യേണ്ടത്. ഡിറ്റർമിൻസ് വിച്ച് പാക്കറ്റ് ഷുഡ് ബി ട്രാൻസ്മിറ്റഡ് നെക്സ്റ്റ്. ഏത് പാക്കറ്റാണ് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത്. വെൻ സെവറൽ പാക്കറ്റ്സ് ആർ വെയിറ്റിംഗ് ഇൻ എ റൂട്ടർ. ഒരു റൂട്ടറിൽ കുറേ പാക്കറ്റുകൾ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഏത് പാക്കറ്റാണ് നെക്സ്റ്റ് പോകേണ്ടത്, ആരാണ്. So QoS, quality of service treatment, occurs largely at routers because packets may experience. എന്തുകൊണ്ടാണ് റൂട്ടറിൽ ഇങ്ങനെയുള്ള ക്വാളിറ്റി ഓഫ് സർവീസ് ട്രീറ്റ്മെൻറ്റ് നമുക്ക് ആവശ്യം? ബിക്കോസ് അവിടെ പാക്കറ്റ് എക്സ്പീരിയൻസ് ചെയ്യാവുന്ന പ്രശ്നങ്ങൾ എന്താണെന്നറിയാം. നമുക്കറിയാം, ഡിലേ ഉണ്ടാവാം അല്ലേ, ജിറ്റർ ഉണ്ടാവാം, അതുപോലെ പാക്കറ്റ് ലോസ് ഉണ്ടാവാം, ബാൻഡ് വിഡ്ത്തിന് ലിമിറ്റേഷൻസ് ഉണ്ട്, ബിക്കോസ് എല്ലാവരും കൂടി ഷെയർ ചെയ്യാണ്. അപ്പോൾ ഇവിടെ നമുക്ക് there are 3 scheduling mechanisms. That is, the first one is FIFO, first in first out queuing, priority queuing and weighted fair queuing. Okay, so these are the 3 scheduling techniques which we used in the scheduling mechanisms to improve the quality of service in the data transmission. Okay, അപ്പോൾ ഏത് പാക്കറ്റാണ് അടുത്തത് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവൻ തീരുമാനിക്കും. ഈ പറഞ്ഞ ഷെഡ്യൂളിംഗ് ടെക്നിക്സ് ആണ് ഡിസൈഡ് ചെയ്യണത്. നമ്മൾ ഏതാണ് ചൂസ് ചെയ്യണേ, ഫിഫോ ആണോ, പ്രിയോറിറ്റി ക്യൂവിംഗ് ആണോ, വെയ്റ്റഡ് ഫെയർ ക്യൂവിംഗ് ആണോ എന്ന് ബേസ് ചെയ്തിട്ട്. ഓക്കെ,
So FIFO queuing, so first in first out നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. So the packets are processed in the order in which they arrive. Same, നമ്മൾ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ക്യൂ മെക്കാനിസം ആണ്. പാക്കറ്റ്സ് അറൈവ് ചെയ്ത ഓർഡറിൽ തന്നെ ദേ ക്യാൻ പ്രോസസ്ഡ്, മനസ്സിലായില്ലേ? അറൈവ് ചെയ്ത ഓർഡറിലാണ് പ്രോസസ്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നേരെ അവനെ പുറത്തേക്ക് വിടുകയും ചെയ്യും. സോ അറൈവൽ P1, P2, P3, P4 ഇങ്ങനെ പാക്കറ്റ്സ് അറൈവ് ചെയ്തു, പ്രോസസ്സ് ചെയ്തു. ഡിപ്പാർച്ചർ സെയിം പ്രോസസ് P1, P2, P3, P4. ഓക്കെ, ഒന്നുമില്ല, വളരെ സിമ്പിൾ മെക്കാനിസം. First in first out. So working of FIFO, packets arrive, step 1. Second, packets enter a common queue. The packet is processed, first packet is processed first, and then subsequent packets will wait. Okay, അപ്പോൾ ആദ്യത്തെ പാക്കറ്റ് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പാക്കറ്റ് വരും. P2 പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ P3 വരും. P3 പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ P4 വരും. അങ്ങനെ നമ്മൾ ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഓക്കെ, if the queue becomes full, new packets are discarded. That is one condition, that is the last step. ഈ പ്രോസസ്സ് കഴിഞ്ഞാൽ നമ്മുടെ ക്യൂ ഫുള്ളാണ്. ക്യൂ എന്ന് പറയുന്നത് ഒരു ബഫറാണ് അല്ലേ, നമ്മൾ പറയുന്ന റാൻഡം ആക്സസ് മെമ്മറി നമ്മുടെ പ്രൈമറി മെമ്മറിയാണ്. ആ മെമ്മറി നമ്മൾക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും. ആ ലിമിറ്റേഷൻ ക്യൂ ഫുള്ളായി കഴിഞ്ഞാൽ ആ പാക്കറ്റ് മൊത്തം വന്ന് അവിടെ ഇനി സ്ഥലമില്ല. അപ്പോൾ പുതിയ വരുന്ന പാക്കറ്റിനെ ഡിസ്കാർഡ് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഇഫ് ദ ആവറേജ് അറൈവൽ റേറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദ ആവറേജ് പ്രോസസ്സിംഗ് റേറ്റ്, ആവറേജ് അറൈവൽ റേറ്റ് പ്രോസസ്സിംഗ് റേറ്റിനേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ ദ ക്യൂ ഫിൽസ് ആൻഡ് ദ ന്യൂ പാക്കറ്റ്സ് ആർ ഡിസ്കാർഡഡ്. ഉറപ്പായിട്ടും ക്യൂ പെട്ടെന്ന് ഫില്ലാവും. അതോടൊപ്പം പുതിയ പാക്കറ്റ് വരുന്നതിന് ഡിസ്കാർഡ് ആവും. അപ്പോൾ നെറ്റ്വർക്കിൻ്റെ റിലയബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് അത്ര പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പോയിന്റ് ശ്രദ്ധിക്കണം. ആവറേജ് അറൈവൽ റേറ്റ് ഡസ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ ദ ആവറേജ് പ്രോസസ്സിംഗ് റേറ്റ് അല്ലേ. ഇവിടെ അങ്ങനെയാണെങ്കിലാണ് ഈ ഒരു പ്രശ്നം വരിക. അപ്പോൾ ഇതിനെ നമ്മൾ പരമാവധി ഇല്ലാതാക്കണം. അപ്പോൾ ഒന്നില്ലെങ്കിൽ അത് ഈക്വൽ ലെവലിലേക്ക് എത്തണം. അറൈവൽ റേറ്റും പ്രോസസ്സിംഗ് റേറ്റും ഒരുപോലെ ആക്കണം. ചിലവരെന്താ ചെയ്യാന്ന് വെച്ചാൽ അറൈവൽ റേറ്റിനെ ഒന്നുകൂടി അങ്ങോട്ട് കുറയ്ക്കും. അപ്പോൾ ഒന്നുകൂടി സ്ലോ ആവും. പ്രോസസ്സിങ് ചിലപ്പോൾ പറയാൻ പറ്റില്ല. ചിലപ്പോൾ പാക്കറ്റ്സിൻ്റെ ടൈപ്പ് ഓഫ് പാക്കറ്റ്സിനനുസരിച്ചിട്ട് പ്രോസസ്സിങ് ടൈം കൂടാം. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് നോർമലി നമുക്ക് വിചാരിച്ച പോലെ പ്രോസസ്സ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നോർമലി ഈ ഒരു പ്രോസസ്സ്, അപ്പോൾ ഇതെന്തായാലും മാക്സിമം നമ്മൾ കുറയ്ക്കാൻ നോക്കാം. Okay, that should not be smaller than the average processing rate. And FIFO does not any other features only first in first out. Very simple scheduling mechanism ആണ്. Does not distinguish between applications. For example, നമുക്ക് ഏത് സാധനം വന്നാലും ഒരുപോലെയാണ്. ഫോർ എക്സാമ്പിൾ ഒരു FTP പാക്കറ്റ് വന്നാലും ഫയൽ ട്രാൻസ്ഫർ പാക്കറ്റ് വന്നാലും വോയിസ് ഓവർ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ പാക്കറ്റ് വന്നാലും ഇമെയിൽ വന്നാലും വീഡിയോ പാക്കറ്റ് വന്നാലും all are treated equally. എല്ലാവരും ഈക്വൽ. No one is greater than other than anyone. Okay, so this can cause a real-time packet to wait behind the packets belonging to less delay sensitive applications. ഇങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു ഷെഡ്യൂളിംഗ് മെക്കാനിസം അത്രയും അപ്രോപ്രിയേറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല അല്ലേ. നമുക്ക് അത്യാവശ്യമുള്ള പാക്കറ്റുകളൊന്നും ചില സമയത്ത് അവിടെ ഡിലേ പോലെ അവിടെ നിൽക്കാം. അവനും ഈ ക്യൂവിൽ കയറിയിട്ടേ പോകാൻ പറ്റുള്ളൂ. ആര് വന്നാലും, ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ വന്നാൽ പോലും നമ്മൾ പറയണ പോലെ ക്യൂവിൽ നിന്നിട്ടേ കയറാൻ പറ്റുള്ളൂ എന്ന് പറയണ പോലെയാണ് അവിടെ. ആർക്കും ഒരു പ്രിയോറിറ്റി ഒന്നുമില്ല. തിരക്കുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇയാൾ ഇത്രയും ഹൈ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു പാക്കറ്റാണ്, ഡിലേ സെൻസിറ്റീവാണ്, ഇതുപോലെ തന്നെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ചെയ്യേണ്ട ആൾക്കാരാണ് അല്ലേ. ഇപ്പോൾ നമുക്കറിയാം VIP ക്യൂസ് കാണാം പല സ്ഥലത്ത് പോയാലും. ഇപ്പോൾ എയർപോർട്ടിൽ പോയാലും അല്ലെങ്കിൽ VVIP വെരി വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺസ്, അങ്ങനെയുള്ള എക്സാമ്പിൾസാണ് നമുക്ക് ഇവിടെ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളൊരു ക്യൂ മെക്കാനിസമാണ്. എല്ലാവരും all are treated equally. So that is all about the scheduling mechanism, FIFO mechanism, first in first out mechanism. Okay, the second one is priority queuing. Okay, നമ്മൾ ഉദ്ദേശിച്ച സംഭവം തന്നെയാണ് രണ്ടാമത്തെ. സോ പ്രിയോറിറ്റി ക്യൂയിങ് എന്ന് പറയുന്നത് പാക്കറ്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഡിഫറെൻറ്റ് പ്രിയോറിറ്റി ലെവൽസ്. പാക്കറ്റ്സിനെ പ്രിയോറിറ്റി ലെവൽസിലേക്ക് മാറ്റി അല്ലേ. നമ്മൾ പറയുന്ന ഇപ്പോൾ നമ്മൾ റോട്ടിൽ പോകുമ്പോൾ മിനിസ്റ്റേഴ്സിൻ്റെ വണ്ടി പോകുമ്പോൾ നമ്മളെല്ലാവരും സൈഡിലേക്ക് മാറും അല്ലേ. പോലീസ് ആദ്യം തന്നെ നമ്മളോട് സ്ലോ ആക്കാൻ പറയും. ആംബുലൻസ് വരുമ്പോൾ നമ്മളോട് സ്ലോ ആക്കാൻ പറയും അല്ലേ. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്ലോ ആക്കും. പക്ഷേ മറ്റുള്ള മിനിസ്റ്റേഴ്സ് അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററൊക്കെ വരുമ്പോൾ ഭയങ്കര ഹൈ സെക്യൂരിറ്റിയാണ്, ഹൈ പ്രിയോറിറ്റി ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെ ഏറ്റവും അവർക്ക് ഫാസ്റ്റായിട്ട്, അവർക്ക് ഡിലേ ഇഷ്ടമല്ല. അവർക്ക് എവിടെയും പെട്ടെന്ന് ഫാസ്റ്റായിട്ട് എത്തണം. ഒരുപാട് പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യാനുണ്ടാവും അല്ലേ. അവർ വളരെ ഫാസ്റ്റായിട്ട് ഷെഡ്യൂൾ ചെയ്ത കാര്യങ്ങളെല്ലാം നടത്തണം. പെട്ടെന്ന് പ്രോസസ്സിങ് വളരെ ആവശ്യമാണ് കാര്യങ്ങൾക്ക്. അപ്പോൾ in this case packets are classified in different category priority levels. So that is informing incoming packets. There is a classifier based on that classifier. ഈ ഒരു classifier ആണ് which will actually divide the packets into high priority and low priority. So high priority will goes to the high priority queue and the low priority will goes to the low priority queue and finally process. Okay, അപ്പോൾ high priority queue കഴിഞ്ഞിട്ടേ low priority ആൾക്കാർ എടുക്കുള്ളൂ. അപ്പോൾ high priority packets are processed before the low priority packets. Okay, so this is a very important point. High priority packets are processed before the low priority packets.
Suppose in the case of packets arrive in the form of P1. Suppose this is a format, P1 equal to low, P2 equal to high, P3 is low, P4 is high. So this is the priority level of each packets. P1 low ആണ്, P2 high ആണ്, P3 low ആണ്, P4 high ആണെങ്കിൽ, so this FIFO might produce P1 to P2, P2 to P3, P3 to P4. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും ഈ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക അല്ലേ. സാധാരണ നമ്മുടെ FIFO മെക്കാനിസം ആണെങ്കിൽ ഈ ഒരു ഫോർമാറ്റിലായിരിക്കും. പ്രിയോറിറ്റി ക്യൂയിങ് ആണെങ്കിൽ അവൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കും എന്ത് പ്രിയോറിറ്റി ആണ്. അപ്പോൾ നമുക്കറിയാം P2 ഈസ് ഹൈ പ്രിയോറിറ്റി according to compare with P1. So P2 will take first. P4 has higher priority other than P1 and P3. So P4 will take. Then P1 is there. So it will take P1. Then it would take P3. So this is the priority queuing may produce in this format. അപ്പോൾ പ്രോസസ്സിനെ ക്യൂ എടുക്കുന്ന സമയത്ത്, ക്യൂ നിന്ന് പാക്കറ്റ്സ് എടുക്കുന്ന സമയത്ത് അവൻ ഇങ്ങനെയായിരിക്കും പാക്കറ്റ്സിന് എടുക്കുക. ഓക്കെ, പ്രിയോറിറ്റി ക്യൂയിങ്. ദിസ് അലൗസ് വെരി ഡിലേ സെൻസിറ്റീവ് മൾട്ടിമീഡിയ പാക്കറ്റ്സ് ടു ബി ട്രാൻസ്മിറ്റഡ് ഏർലിയർ അല്ലേ. നമുക്ക് മൾട്ടിമീഡിയ പാക്കറ്റ്സിനെ ആദ്യം ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള വളരെയധികം ഉള്ളൊരു ഫെസിലിറ്റിയാണിത്. ഓക്കെ, സോ ദീസ് ആർ സം അഡ്വാൻറ്റേജസ്. റെഡ്യൂസസ് ഡിലേ ഫോർ ഹൈ പ്രിയോറിറ്റി പാക്കറ്റ്സ്, ഹൈ പ്രിയോറിറ്റി ട്രാഫിക്, സ്യൂട്ടബിൾ ഫോർ ഡിലേ സെൻസിറ്റീവ് ട്രാഫിക്, ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ മൾട്ടിമീഡിയ. ഓക്കെ, സോ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്റ്റാർവേഷനുമാണ്. സ്റ്റാർവേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചിലപ്പോൾ ലോ പ്രിയോറിറ്റി പാക്കറ്റ്സ് ഒക്കെ ഇങ്ങനെ എടുക്കും അല്ലെ, കുറേ സമയം കിടക്കും. നമ്മളിപ്പോൾ ചിലപ്പോൾ പ്രൈം മിനിസ്റ്ററൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പല ലൊക്കേഷനിലുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആ വഴി കൂടെ തന്നെ പോകാൻ പറ്റില്ല. ചിലപ്പോൾ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ട്രാഫിക്കിനും ബ്ലോക്കാക്കി വെക്കും. അത് തന്നെയാണ് ഇവിടെയും സ്റ്റാർവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഹൈ പ്രിയോറിറ്റി ട്രാഫിക് കണ്ടിന്യൂസ്ലി അറൈവ്സ് ആണെങ്കിൽ, സോ ഇതെല്ലാം ഹൈ പ്രിയോറിറ്റിയാണ്. H1, H1 to H7, H8 അങ്ങനെ പോകുകയാണെന്നായിരിക്കും. ലോ പ്രിയോറിറ്റിക്കാർ ഇങ്ങനെ വെയിറ്റിങ്ങിലാണ്. സോ ദ റൂട്ടർ മേ കണ്ടിന്യൂസ്ലി പ്രോസസ് ഹൈ പ്രിയോറിറ്റി പാക്കറ്റ്സ് ഡെഫിനറ്റ്ലി. സോ ദാറ്റ് ഈസ് ലൈക്ക് അവർ അൽഗോരിതം വർക്ക്സ് ലൈക്ക് ദാറ്റ്. ഓക്കെ, ലോ പ്രിയോറിറ്റി പാക്കറ്റ്സ് മേ നെവർ ഗെറ്റ് സർവീസ്ഡ്. അവരൊരിക്കലും നമുക്ക് പ്രോസസ് ചെയ്യാൻ പറ്റില്ല. ദിസ് പ്രോസസ് ഈസ് കോൾഡ് this process is called the starvation. Okay, and the third queuing mechanism is weighted fair queuing, WFQ. Weighted fair queuing improves upon symbol. അപ്പോൾ ഏറ്റവും നല്ല ഫസ്റ്റത്തെ FIFO ഏറ്റവും അത്ര വലിയൊരു ഹൈ റിലയബിലിറ്റി എന്നല്ല. സെക്കൻഡ് വൺ ഈസ് പ്രിയോറിറ്റി, കുറച്ച് പ്രിയോറിറ്റി കൊണ്ടുവന്നു, അപ്പോഴും നമുക്ക് സ്റ്റാർവേഷൻ എന്നുള്ളൊരു പ്രോബ്ലം വന്നു. തേർഡ് വൺ ഈസ് വെയ്റ്റഡ് ഫെയർ ക്യൂ. ഓക്കെ, അതിനാണ് ശരിക്കും അപ്പോൺ സിമ്പിൾ പ്രിയോറിറ്റി ക്യൂവിനേക്കാളും കുറച്ചും കൂടി ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പാക്കറ്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഡിഫറെൻറ്റ് ക്യൂസ് ആക്കി മാറ്റി. പാക്കറ്റ്സിന് ആദ്യം തന്നെ ഡിഫറെൻറ്റ് ക്യൂസ് ആക്കി മാറ്റി. ആൻഡ് ഈച്ച് ക്യൂ റിസീവ്സ് എ വെയിറ്റ്. ഒരു ക്യൂവിന് നമ്മളൊരു വെയിറ്റ് അസൈൻ ചെയ്തു. ഓക്കെ, ഹൈ പ്രിയോറിറ്റി ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ എ ഹയർ വെയിറ്റ്. ഓക്കെ, അപ്പോൾ ഹയർ വെയിറ്റ് നമ്മൾ ഹൈ പ്രിയോറിറ്റി ഉള്ള ക്യൂവിൽ ഫോം ചെയ്തതിന് കൊടുത്തു. ഓക്കെ, സപ്പോസ് നമ്മൾ പറഞ്ഞു Q1 നമ്മൾ വെയിറ്റ് ഏറ്റവും ഹയസ്റ്റ് പ്രിയോറിറ്റി ഉള്ള വെയിറ്റ് 3 ആണ്. പിന്നെ അതിനേക്കാളും കുറച്ച് മറ്റത് 2 കാറ്റഗറി ഉണ്ടായിരുന്നു, ഹൈ പ്രിയോറിറ്റി ലോ പ്രിയോറിറ്റി. ഇവിടെ വെയിറ്റ് ആയിട്ട് അസൈൻ ചെയ്യുകയാണ്, സ്റ്റാർട്ടിങ് ഫ്രം വെയിറ്റ് 3, വെയിറ്റ് 2 ആൻഡ് വെയിറ്റ് 1. അപ്പോൾ നമ്മളിപ്പോൾ സപ്പോസ് നമ്മുടെ ഇവിടെ 3 ക്യൂ ഉള്ളെങ്കിൽ Q1 നമ്മൾ എത്രയും മൾട്ടിമീഡിയ അത്രയും ഹൈ സെൻസിറ്റീവ് ആയിട്ടുള്ള പാക്കറ്റ്സുകൾ, ഡിലേ സെൻസിറ്റീവ് ആയിട്ടുള്ള പാക്കറ്റ്സുകൾ ഇട്ടു. Q2 വെയിറ്റ് 2 കിട്ടു, Q3 വെയിറ്റ് 1, ആ ഇമെയിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെ പ്രോസസ്സ് ചെയ്തു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ 3 പാക്കറ്റ്സ് ഫ്രം Q1. ഓക്കെ, Q1 ആദ്യം പ്രോസസ്സ് ചെയ്തു. ആദ്യത്തെ 3 പാക്കറ്റ് ഉണ്ടായിരുന്നു. Q1 2 പാക്കറ്റ്സ് ഫ്രം Q2, Q2 2 പാക്കറ്റ്സ് ഉണ്ടായിരുന്നു. 1 പാക്കറ്റ് ഫ്രം Q3. ഓക്കെ, Q3 നമ്മളൊരു പാക്കറ്റ് എടുത്തു. ദെൻ ദ സൈക്കിൾ റിപ്പീറ്റ്സ്. ഇങ്ങനെ നമ്മളൊരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്തു. ആ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഈക്വൽ ആയിട്ടൊരു ചാൻസ് കിട്ടി അല്ലേ. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നേരെ അടുത്തേക്ക് വരിക, വീണ്ടും മുകളിലേക്ക് പോവില്ല, അടുത്തേക്ക് പോകുന്നു ലാസ്റ്റ്. അപ്പോൾ ഇതും കഴിഞ്ഞ് ഇവന് അപ്പോൾ അത്ര ഒരു വെയിറ്റിംഗ് ടൈമിന് നമ്മൾ മറ്റേതിനേക്കാളും ഭയങ്കരമായിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഈ സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് ഇതിൻ്റെ ആൾക്കാരിത്. ഓക്കെ, സോ അഡ്വാൻറ്റേജസ് ഓഫ് വെയ്റ്റഡ് ഫെയർ ക്യൂയിങ്. സോ ഇറ്റ് പ്രിവെൻറ്റ്സ് കംപ്ലീറ്റ് സ്റ്റാർവേഷൻ. നമുക്ക് സ്റ്റാർവേഷൻ എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. ഈവൺ എ ലോ പ്രിയോറിറ്റി ക്യൂ റിസീവ്സ് സം സർവീസ് അല്ലേ. നമുക്ക് എപ്പോഴെങ്കിലും സർവീസ് കിട്ടും. മറ്റത് അങ്ങനെ ഹവേഴ്സ് ആൻഡ് ഹവേഴ്സ് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. നമുക്ക് ഇവിടെ ഒരു സം സർവീസ് എപ്പോഴെങ്കിലും കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ പ്രോസസ്സർ എന്ന് പറയുന്നത് ദീസ് ആർ ദ Q1, Q2, Q3. ഇപ്പോൾ സപ്പോസ് ഇത് ഇങ്ങനെ പല വെയിറ്റ്സുകൾ അസൈൻ ചെയ്തു ഓരോ ക്യൂസിനും. ദെൻ 3 പാക്കറ്റ്സ് ഇവിടെ പ്രോസസ്സ് ചെയ്തു. ദെൻ അതർ പാക്കറ്റ്സ്, ദെൻ ദ 1 പാക്കറ്റ് പ്രോസസ്ഡ് ഇൻ ദ വെയിറ്റ് 1. ഓക്കെ, അപ്പോൾ ഹൈ പ്രിയോറിറ്റി എന്ന് പറയുന്നത് വെയിറ്റ് 3 ഉള്ള പാക്കറ്റുകൾ ഹൈ പ്രിയോറിറ്റി. വെയിറ്റ് 2 എന്ന് പറഞ്ഞാൽ അതിനും കുറച്ചുകൂടി മീഡിയം. ആൻഡ് വെയിറ്റ് 1 ഈസ് Q3, ദാറ്റ് ഈസ് ലോ പ്രിയോറിറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു Q1 സൈക്കിൾ 1 Q1, Q2, Q3. അതുപോലെ സൈക്കിൾ 2 ഇങ്ങനെ Q1 പാക്കറ്റുകളാണ് ആദ്യം പ്രോസസ്സ് ചെയ്യുക.
അതേപോലെ Q2 Q3 ഇങ്ങനെ പ്രോസസ്സ് ചെയ്തിട്ട് ഇങ്ങനെ ഡിഫറെൻറ്റ് സൈക്കിളായിട്ട് ഇതിങ്ങനെ ഒരു ലൂപ്പിംഗ് ഫോമിൽ നമുക്കിതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, താങ്ക് യു വെരി മച്ച്.